ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് സ്ക്രോൾ ചെയ്യല്ലേ. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും. എന്നാൽ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ഫീച്ചർ കൂടി ഉണ്ടെന്ന് പലർക്കും ഇന്നും അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അധികം വലിച്ചു നീട്ടുന്നില്ല. എന്താണ് സെറ്റിംഗ്സ്, ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഉപകാരമെന്ന് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കും കൂട്ടുകാർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് പല ഭാഷകളിലുള്ള ക്യാപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതൊക്കെ പോട്ടെ, ഇനി നമ്മൾ കമന്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹിന്ദിയിലോ തെലുങ്കിലോ തമിഴിലോ ഒക്കെ ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്തത് കാണാം. അപ്പൊ നമുക്ക് ഏത് ഭാഷയും നമ്മുടെ ഭാഷയിലേക്ക് ആക്കി തരുന്ന ഒരു ഓപ്ഷന് നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. അതിന് ഫേസ്ബുക്കിന്റെ ലാംഗ്വേജ് മാറ്റേണ്ട ആവശ്യമില്ല. ഫേസ്ബുക്ക് ഇംഗ്ലീഷിൽ തന്നെ പ്രവർത്തിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇത്തരം കമന്റുകളും ക്യാപ്ഷനും ഒക്കെ ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ട് മലയാളത്തിലാക്കുന്ന ഒരു ഫീച്ചർ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ കാലാകാലമായിട്ടുണ്ട്. പക്ഷെ അത് പലർക്കും അറിയില്ല. അപ്പൊ ആ സെറ്റിംഗ്സ് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഇതിപ്പോ USA ടുഡേയുടെ ഒരു ഫേസ്ബുക്ക് പേജാണ്. കാരണം എനിക്കിപ്പോൾ സ്ക്രോൾ ചെയ്തിട്ടൊന്നും ഒരു ആവശ്യത്തിനൊരു അന്യഭാഷ പോസ്റ്റ് കാണില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ സമയത്ത് എനിക്ക് ഒരൊറ്റ അന്യഭാഷയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ USA ടുഡേയുടെ ന്യൂസ് പേജ് ഓപ്പൺ ചെയ്തത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സി ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു ഓപ്ഷന്, അത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് സി മോർ അടിച്ചു. ഇതപ്പോൾ ഇതിൻ്റെ മലയാള പരിഭാഷ എനിക്ക് കിട്ടണമെങ്കിൽ ഇവിടെ കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ സി ട്രാൻസ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് മലയാളത്തിലേക്ക് വന്നിട്ട്. ഇനി ഇതിൽ കമൻറ്റുകൾ ഉണ്ടാവും. ഒരുപാട് കമൻറ്റ് വന്നത് നോക്കട്ടെ. ഇതാ ഇതിൽ ഓക്കെ, ഇവിടെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് സി ട്രാൻസ്ലേറ്റ് അടിച്ച ഉടനെ അതെനിക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടി. ഇനി ഇത് ഞാൻ വേറെ ഭാഷ കാണിച്ചു തരാം. ഇതിപ്പം ന്യൂസ് 18ൻ്റെ ബംഗ്ല പേജാണ്. അതിലിപ്പോൾ മുകളിൽ ബംഗ്ലയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സി ട്രാൻസ്ലേറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് മലയാളത്തിലായിട്ട്. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ എവിടെ നിന്നും ഒറ്റ ക്ലിക്കിൽ ഭാഷ മാറ്റിയിട്ട് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഇവിടെ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ, ഇടതുഭാഗത്തല്ല വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഫോട്ടോയിൽ ഒരു 3 ലൈൻസ് കാണാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ സെറ്റിങ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന് കാണാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ ലാംഗ്വേജ് യു വുഡ് ലൈക്ക് ടു ഹാവ് എ പോസ്റ്റ് ട്രാൻസ്ലേറ്റ് ഇൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ ഞാൻ മലയാളമാക്കിയിട്ട് കാണാം. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ പോസ്റ്റും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളത് ഇംഗ്ലീഷ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. അപ്പോൾ ജസ്റ്റ് ഈ സെർച്ച് ബാറിൽ മലയാളം എന്ന് സെർച്ച് ചെയ്യുക. മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മലയാളം കിട്ടും. അവിടെ ബ്ലൂ ടിക്ക് കൊടുത്തിട്ട് ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റപ്പ് സേവ് ആകുന്നതാണ്. അപ്പോൾ ഇത്ര ഇതിൽ സെറ്റ് ചെയ്യണ്ടു. അപ്പം ഇനി നിങ്ങൾക്ക് ഏത് ഭാഷയിലുള്ള കമൻ്റ് ആകട്ടെ പോസ്റ്റ് ആകട്ടെ നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണെന്ന് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടിപൊളി ടിപ്സോ ആപ്ലിക്കേഷനോ ആയി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.